2026 നിങ്ങളുടെയൊക്കെ ശുക്രൻ തെളിഞ്ഞിരിക്കുകയാണ്. അത് സത്യ. എന്നെ കണ്ടപ്പോ എന്റെ മുഖത്ത് നോക്കിയ ഒരാള് പറഞ്ഞു ശുക്രൻ മാറി നല്ല സമയമാണ്. കറക്റ്റ്. ഞാൻ പറഞ്ഞ 2026 ശുക്രൻ വന്നു എന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ല, ഇനി മലയാളികളുടെ ഇടയിലേക്ക് വരാൻ പോവുകയാണ്. എന്താന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? കാണിച്ചു തരാം, ദേ നോക്കൂ. നിർദോഷേണ ദോഷികൃത അഭവത് സ്വയം കൃത ദോഷസ്യ ആക്ഷേപം ത്രിതോദരി. ഇവിടെ നല്ല കിണ്ണം കാച്ചി കൊച്ചി മുള്ളുവലും കളയല്ലേ എനിക്കിട്ട ബ്ലോഗ് ശരിക്കും ആണ്. അവളെ പ്രേമിക്കും, കല്യാണം കഴിക്കും, അങ്ങോട്ട് സുഖിക്കും. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. അതിനല്ലോ ഞാൻ വന്നിരിക്കുന്നത്. യു ആർ റിയലി സ്മാർട്ട്. നമ്മുടെ ഈ സ്നേഹം കണ്ടിട്ട് ഈ നാട്ടുകാർ മൊത്തം പറഞ്ഞതിന്റെ കുഴപ്പമുണ്ട്, നമ്മള് ഗേയാന്നൊക്കെ. എന്റെ കല്യാണം അവിടെ ഇവിടെ അതിലും വലിയ പ്രശ്നം നടക്കാൻ പോകുന്നു. ആവേശം കൊണ്ട് പറ്റിപ്പോയതാ. അവളുടെ കല്യാണം മുടങ്ങി. എന്താ നിനക്ക് ഭാഗ്യം ആരാടാ പറഞ്ഞേ? അതാണ് ഈ ടീമാണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ പോകുന്നത് കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിലേക്ക്. ലെറ്റ്സ് വെൽക്കം ടീം ശുക്രൻ. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. ഞങ്ങളുടെ പുലി തിരിച്ചു വന്നിരിക്കുകയാണ്. അല്ല, ഇത് ശുക്രൻ സിനിമയല്ലേ? അതിനുള്ള ഈ വാൽ നക്ഷത്രം എന്താണ് വില? അതാണ് എനിക്ക് ചോദിക്കുന്നത്. ശുക്രൻ സിനിമയില് വളരെ വലിയ വേഷം ചെയ്ത ആളാണ് അഖില്. അങ്ങനെ അതാണ് വന്ന സൈഡ് നിൽക്കുന്നത്. അടിപൊളി. എന്തായാലും അഖിൽ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. അതെ, സങ്കടം ഞങ്ങൾ അറിഞ്ഞില്ല. അഖിൽ, വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. അതായത് ഞങ്ങൾക്ക് എന്തായാലും ശുക്രൻ എന്തായെന്നുള്ള ഒരു കളിയാക്കലും ഇല്ലാതെ ഒരു ദിവസം വരൂടാ. ഇവിടെ ഇവരെല്ലാരും വിളിച്ചു ആദരിക്കുന്ന ഒരു ദിവസം വരുന്നു. ലെവിൻ പോളി പറഞ്ഞതുപോലെ ഒരു വെള്ളിയാഴ്ച വരും. ആ വെള്ളിയാഴ്ച നിങ്ങൾക്ക് ആ വെള്ളിയാഴ്ച നീ അടിച്ച് ഓഫ് ആയിരിക്കും. കൊണ്ടോണ്ടറിയാം ഏത് നല്ല ദിവസം ഉണ്ടോ അന്നല്ല ഇവ അങ്ങനെ എനിക്ക് തോന്നുന്നു അഖിലിന്റെ ശുക്രൻ ഇതുവരെ അങ്ങ് തെളിഞ്ഞിട്ടില്ല. അവിടെ നാം അതിനെപ്പറ്റി അധികം പറയുന്നില്ല. ആദ്യം നിന്നും തന്നെ ആദ്യം തുടങ്ങാം അല്ലെ? പറഞ്ഞോ ആദ്യം അബൌട്ട് ദി ക്യാരക്ടർ. എന്റെ ക്യാരക്ടറിന്റെ പേര് ഗായത്രി എന്നാണ്. ഗായത്രി മലയാളിയാണെങ്കിലും ലൈക്ക് ബാംഗ്ലൂരിൽ പഠിച്ചു വളർന്ന ഒരു കുട്ടിയാണ്. സോ അവള് തിരിച്ചു വരുന്നു. സോ അവളുടെ ലൈഫിൽ മുൻപ് ഉണ്ടായിരുന്ന ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു. അങ്ങനെ കുറച്ച് ഇപ്പോഴാണ് എനിക്ക് ഇതിന്റെ കഥ മനസ്സിലായത്. ഇങ്ങനെയൊക്കെ കഥയുണ്ടോ സേത ചേച്ചി? അല്ല, ഞാൻ ഇപ്പോഴാണ് അറിയണത് ഇതൊക്കെ. അതായത് നമ്മള് അന്ന് സംസാരിച്ചപ്പോ ഇതൊന്നും അല്ലല്ലോ കഥയായിരുന്നു അല്ലേ ബിബിൻ? അതാണ് തേന്മാങ്കൊമ്പത്തില് മറ്റേ ലാലയുടെ ചായ കുടിച്ച് നമ്മുടെ ഒരു അമ്മച്ചി തെറി പറയൂലേ, അപ്പൊ ഇങ്ങനെ പുള്ളിക്കാരൻ നോക്കിട്ട് ഇങ്ങനെ എക്സ്പ്രഷൻ ആയിരുന്നു ഞങ്ങൾക്ക്. എന്നിട്ട് അപ്പൊ ഇതന്നെയാണ് കഥ എന്നൊന്ന് കേക്കട്ടെ. എന്നിട്ട് ബാക്കി അതാണ് കഥ. ആ കൊച്ചിന് മനസ്സിലായ കഥ അതായിരുന്നു. ശരി, ആര്യയിൽ നിന്നും നമുക്ക് കേൾക്കാം. പറഞ്ഞോ ആര്യ. ഹലോ, ഞാൻ ഇതിൽ ആദ്യ ചേച്ചിയുടെ അനിയത്തിയായിട്ടാണ് ചെയ്യുന്നത്. എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ആദ്യനെ. തുഷാര ചേച്ചി ക്യാരക്ടർ. ഞാൻ ഇതിലൊരു ടീച്ചറായിട്ടാണ്. അതിൽ ആദ്യയുടെയും ആര്യയുടെയും അമ്മയായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഈ വിവിധ കോമ്പിനേഷൻ സീൻസിലെ രസകരമായി നടന്ന അനുഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാമോ? ഏറ്റവും വലിയ സന്തോഷം, ഇത്രയും നാൾ ഈ സിനിമ ഒരുപാട് സിനിമ ചെയ്തപ്പോൾ ത്രില്ലർനാഥ് എന്നാ എനിക്ക് പേര് കിട്ടിയത്. ഫീനിക്സ് ആയപ്പം നഷ്ടകാമുകൻ, വിരഹദുഃഖം. എനിക്കൊരു എല്ലാ യൂട്യൂബിൽ വരുന്ന കമന്റ്സ് എല്ലാം ഇയാൾക്ക് ഇതുവരെ ഒരു പെണ്ണ് കിട്ടിയില്ലെന്നുള്ളത്. ഉണ്ടായപ്പോഴും എന്റെ പെൺകുച്ച് മരിച്ചു പോകുന്നു. അപ്പൊ ഫുൾ ജോവിയലായിട്ട് വളരെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നിട്ട് അങ്ങനെ അടിച്ചു പൊള്ളിക്കുന്ന ഫുൾ ഫൺ ക്യാരക്ടറാണ് എന്റെ ഇതിനകത്ത്, ബിബിയുടെ ഫ്രണ്ടായിട്ട്. സോ എനിക്ക് ആദ്യമായിട്ട് ഞാൻ ആ സെറ്റിൽ നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് ആ കെമിസ്ട്രി പെട്ടെന്നായിരുന്നു വർക്ക് ആയത്. ദാറ്റ് ഗോട്ട് റിഫ്ലെക്റ്റഡ് അപ്പോൺ ഓൺ ദ മൂവി ഐ ഗെസ്.
അല്ലേ അങ്ങനെ തന്നെ എന്തെങ്കിലും പറയുമ്പോ അതേന്ന് പറ. അതെ തീർച്ചയായിട്ടും അതെ ഞാനത് പറഞ്ഞ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ കഥ തന്നെയാണ് സത്യത്തിൽ ഇത്. Okay. ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, പ്രണയമുണ്ട്, എന്താ പറയുന്ന ത്രില്ലർ ഇല്ലെന്നല്ല, ത്രില്ലറും ഉണ്ട്, റോംകോം ത്രില്ലർ ആണ് ഈ പടം. ഇമോഷണലി സ്റ്റാർട്ട് ഉണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര രസകരമായിട്ട്. ശുക്രൻ എന്നുള്ള പേര് തന്നെ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് ഒരിക്കലും ശുക്രനെ പറ്റി ഒരു നെഗറ്റീവ് വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല. ഞങ്ങളൊരു ശുക്രൻ എന്ന് പറയുന്നത് നിങ്ങൾ പറയാം ആ ശുക്രൻ അടിക്കട്ടെ, ശുക്രൻ ഉദിക്കും, അങ്ങനെയുള്ള വാക്കുകളെ ഇത് ഫില്ല് ചെയ്യാനുള്ളൂ. വേറെ നെഗറ്റീവ് ആയിട്ട് ഒരു വാക്ക് പറയാൻ പറ്റില്ല. ശുക്രൻ ഉദിച്ചില്ല എന്ന് പറയാതിരിക്കണം നമുക്ക്. അതെ, ശുക്രൻ ഉദിക്കട്ടെ നമുക്ക്. അതെ, ഗംഭീരമാവട്ടെ. അതിനു മുമ്പ് ഈ യൂത്ത് ഐക്കണിന്റെ ക്യാരക്ടർ ഒന്ന് പറയൂ. ശരി പറഞ്ഞു, അഖിൽ പറയൂ, കുട്ടിയാക്കിൽ പറയൂ ഈ മൂവിനെ പറ്റി. ഞാൻ ഇതുവരെ ചെയ്യാത്ത കുറച്ച് സീരിയസ് റോളാണ് ഇതില്. ഞാൻ ഇതിൽ എനിക്ക് ഹ്യൂമർ ദശാവതാരം പോലെ ഫുള്ള് പടം ചെയ്ത് തുടങ്ങിയത്. അല്ല അത് ഇല്ലില്ല, വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. ഈ സ്ക്രിപ്റ്റ് നന്നായിട്ട് ഫുള്ള് വായിച്ച ആളായതുകൊണ്ടും അഖില് ഇതുവരെ ചെയ്ത മലയാള സിനിമയിൽ എന്തൊക്കെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടോ, ചെറുതും വലുതുമായിട്ടുള്ള ചെയ്തിട്ടുണ്ടോ, അവനെ ഒരു ഉഗ്രൻ ആക്ടറാണ്. ചെയ്തതിൽ ഏറ്റവും വ്യത്യസ്ത വേഷം തന്നെയായിരിക്കും. അപ്പൊ എന്തായാലും വിജയടാ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്, ദ ഹോൾ ടീം ഓൾസോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് എൻജോയ് ചെയ്യാം. ഒന്ന് സീറ്റ് മാറ്റാണ്, ഇതിനു മുമ്പ് വന്നോണ്ട് അറിയാം. അപ്പൊ ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കി കൊടുക്കണം. ഒരുക്കിയിട്ടുണ്ട്. ഇനി അവിടെ ഇരിക്കാൻ, എൻജോയ് ചെയ്യാം, അത്ര മാത്രം. യാ പ്ലീസ്.